ഇന്നത്തെ നമ്മുടെ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ തന്നൊരു ഓർഡറാണ്. വാലന്റൈൻസ് ഡേ ടൈമിൽ തന്നെയായിരുന്നു ആളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയും വരുന്നുണ്ടായിരുന്നത്. സോ ആ ഒരു ടൈമിൽ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ഐറ്റംസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഓരോ ക്രാഫ്റ്റേഴ്സിൻ്റെ അടുത്തും അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഓപ്ഷൻ ആയിട്ടും ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പീരീഡ് സ്ക്രാം മസാജർ. സോ നമ്മൾ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റം ഇത് തന്നെയായിരുന്നു. ഈ ഒരു പ്രോഡക്റ്റിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരൊറ്റ ക്രാഫ്റ്റേഴ്സും ഈ ഒരു പ്രൊഡക്റ്റിന് നെഗറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയോ റിവ്യൂയോ ഒന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വാങ്ങിച്ച കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഒരു നെഗറ്റീവും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ ഗിഫ്റ്റ് ഹാമ്പറിലും ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് വളരെയധികം കൂടുതൽ തന്നെയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പ്രേമലു മൂവി ഇറങ്ങിയപ്പം തൊട്ട് ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് ഹാമ്പേഴ്സിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പാൻഡയാണ്. ഇതിനകത്ത് 7 കളേഴ്സ് ആണ് വരുന്നുള്ളത്. ആൻഡ് ഓൾസോ അവരുടെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു മിനി ഫ്രെയിം ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ്. ആൻഡ് ഓൾസോ അതിന് പുറമെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു ജുംക്ക ഇയറിങ്സ്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ടൈമിലും ഈ ഒരു വാലന്റൈൻസ് ഡേ ടൈമിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഹാമ്പേഴ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇയറിങ്സ് ആണ് കേട്ടോ. ഒരു സിമ്പിൾ ഓഫ് ലവ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇയറിങ്സിനെ പറയാം കേട്ടോ.